ഒരു സിനിമയുടെ മുഴുവൻ സസ്പെൻസും ഒറ്റ പേരിൽ ഒളിപ്പിച്ച MT എന്ന എഴുത്തുകാരൻ്റെ ബ്രില്യൻസ് ആണ്. 1989 മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി MT വാസുദേവൻ നായർ തിരക്കഥ രചിച്ച് VK പവിത്രൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ഉത്തരം. ഡാഫ്നെ ഡു മൗറിയുടെ നോ മോട്ടീവ് എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് MT ഈ ചിത്രത്തിൻ്റെ കഥ ഒരുക്കിയിരിക്കുന്നത്. സെലീന ജോസഫ് മരിച്ച ദിവസം എല്ലാം സാധാരണ പോലെ തോന്നി. കറുത്ത സാരി ഉടുത്ത് പതിവ് പോലെ പുഞ്ചിരിക്കുന്ന അവളെ വീടിൻ്റെ കാര്യസ്ഥൻ അച്യുതൻ നായർ നിമിഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു. മുകളിൽ എവിടെ നിന്നോ ഒരു വെടിയൊച്ച ഉണ്ടാകുമെന്ന് അയാൾ ആദ്യം ചിന്തിച്ചില്ല എന്നത് വളരെ സാധാരണ. പേടിച്ച ചുവടുകളോടെ അയാൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് സ്വയം വെടിയുതിർത്ത് മരിച്ചു കിടക്കുന്ന സെലീനയാണ്. നടി സുവർണയാണ് സെലീന മാത്യൂസായി അഭിനയിക്കുന്നത്. സെലീന മാത്യൂസ് അറിയപ്പെടുന്ന കവയിത്രിയാണ്. കുട്ടികളില്ലെങ്കിലും ഭർത്താവ് മാത്യൂസിൻ്റെ കൂടെ സന്തോഷകരമായ ഒരു ദാമ്പത്യമാണ് അവൾക്കുള്ളത്. സെലീനയുടെ പെട്ടെന്നുണ്ടായ മരണത്തിൽ തകർന്ന സുകുമാരൻ അവതരിപ്പിക്കുന്ന മാത്യൂസിനെ ആശ്വസിപ്പിക്കാനായി എത്തുകയാണ് സെലീനയുടെയും മാത്യൂസിൻ്റെയും അടുത്ത സുഹൃത്തും ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകനുമായ ബാലചന്ദ്രൻ നായർ എന്ന ബാലു. പിന്നീട് അന്വേഷണ സ്വഭാവമുള്ള ബാലു അവളെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ തിരക്കി ഇറങ്ങുന്നിടത്തു നിന്നാണ് സിനിമ മറ്റൊരു തലത്തിലേക്ക് മാറുന്നത്. തൻ്റെ തൊഴിലിൻ്റെ സ്വഭാവം കൊണ്ട് ജിജ്ഞാസ മാത്രമല്ല, മരിച്ച സ്ത്രീയോട് അഗാധമായ അടുപ്പമുള്ള ഒരു പത്രപ്രവർത്തകനെ മമ്മൂട്ടി അതിൻ്റെ കനത്തിൽ ചിത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ചിത്രം അവസാനിക്കുമ്പോഴേക്കും ഉത്തരം എത്തുകയോ ഉത്തരം പറയുകയോ ചെയ്യുന്ന ബാലു എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. ഇതിന് 1 വർഷം മുമ്പ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷകരിൽ ഒരാളായ സേതുരാം അയ്യറിനെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ബാലുവും അയ്യരും തമ്മിൽ ഒരു കണിക പോലും അറിയാത്ത വിധം വേഷത്തിലും ഭാഷയിലും ശരീരഭാഷയിലും അദ്ദേഹം ബാലുവായി മാറിയിരുന്നു. ബാലുവിൽ അയ്യർ പോലെ ബുദ്ധിരാക്ഷസനൊന്നുമില്ല. ബാലു തൻ്റെ പത്രപ്രവർത്തന മിടുക്കാണ് ഉപയോഗിക്കുന്നത്. ബാലു കണ്ടുമുട്ടുന്ന ഓരോ പുതിയ വ്യക്തിയിലും വിവരങ്ങൾ ലഭിക്കുന്നതിന് വ്യത്യസ്തമായ കഥയുണ്ട്. സെലീനയുടെ പഴയ സ്കൂൾ മാസ്റ്ററോട് ഉത്കണ്ഠയുള്ള ഒരു പിതാവായി ബാലു പ്രവർത്തിക്കുന്നു. അവൾ പോയിരുന്ന ഒരു നേഴ്സിംഗ് ഹോമിലെ അത്യാഗ്രഹിയായ ഒരു അറ്റൻഡറുമായി ചേർന്ന് ഭൂമി വാങ്ങാൻ നോക്കുന്ന ഒരു വ്യക്തിയുമായി ബാലു മാറുന്നു. സെലീനയുടെ ബാല്യകാല സുഹൃത്ത് പാർവതി അവതരിപ്പിക്കുന്ന ശ്യാമള മേനോനെ കാണുമ്പോൾ മാത്രമാണ് ബാലുവിൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ ഏകദൃശ്യം ചിത്രത്തിൽ നാം കാണുന്നത്. പിന്നീട് ശ്യാമളയും ബാലുവും അന്വേഷണ യാത്രയിൽ പങ്കാളികളാകുന്നു. MTയുടെ എഴുത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ കാവ്യാത്മകവും മറ്റൊരു നിമിഷത്തിൽ പച്ചയായി കാര്യങ്ങൾ പറയുന്നതായി നമുക്ക് തോന്നും. വിവരണത്തിനായി മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ഉപകരണമായി മാറുന്നത് ശ്രദ്ധേയമാണ്. അവിടെ എല്ലാ ഫ്രെയിമും നിറയുമ്പോഴും കാഴ്ചക്കാരൻ്റെ താല്പര്യം സെലീനയിലും അവൾക്ക് എന്ത് സംഭവിച്ചു എന്നതിലും ആക്കി നിർത്താൻ MT പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിത്രം കാണുമ്പോൾ ബന്ധിപ്പിക്കുന്ന ഈ ചെറിയ നിമിഷങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അത് സഞ്ചരിക്കുന്ന മുഴുവൻ വഴിയിലും പ്രേക്ഷകനും ഒപ്പം പോകും വിധമാണ് MTയുടെ എഴുത്ത്. ഇന്നത്തെ പല ത്രില്ലർ സിനിമകളിൽ കാണും വിധം ഭീതിപ്പെടുത്തുന്ന രംഗങ്ങളോ വേട്ടയാടുന്ന തരം പശ്ചാത്തല സംഗീതങ്ങളോ ഇല്ലാതെ തന്നെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന പശ്ചാത്തല സംഗീതമാണ് ജോൺസൺ മാസ്റ്ററിൻ്റേത്. ജോൺസന്റെ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ പുത്തൻ വെളിപ്പെടുത്തുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉള്ളുപുകയുന്ന നിമിഷങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. വിദ്യാധരൻ മാസ്റ്ററിൻ്റെ പാട്ടുകളും ചിത്രത്തിൻ്റെ മാറ്റു കൂട്ടുന്നവ തന്നെയാണ്. കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കഥയുടെ ചിത്രം വരച്ചുകൊണ്ട് VK പവിത്രൻ്റെ സംവിധാനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഉത്തരം തേടിയുള്ള ബാലുവിൻ്റെ യാത്ര ചെന്ന് അവസാനിക്കുന്നിടത്ത് ബാലുവിൻ്റെ ഒപ്പം പ്രേക്ഷകൻ്റെയും ഉള്ളു തരിച്ചു നിന്നു പോകും. അവിടെയാണ് ഹൃദയസ്പർശിയായ ഈ ചിത്രം അവസാനിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം ജോജോ ജോർജ് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇരട്ട എന്ന ചിത്രം ഉത്തരം സിനിമയോട് സാമ്യതയുള്ളതായി തോന്നുന്ന ഒന്നാണ്. എന്നാലും അതിനും എത്ര കാലം മുമ്പേ സഞ്ചരിച്ച ചിത്രമാണ് ഉത്തരം എന്ന് ആലോചിക്കുമ്പോൾ മലയാളത്തിൻ്റെ നിളയുടെ സാഹിത്യകാരനോടുള്ള ഇഷ്ടം കൂടുകയാണ്.